ലോകപ്രശസ്ത സാഹിത്യകാരനായ ഗാബ്രിയേൽ ഗാർസിയ മാർക്വേസ് രചിച്ച ബോൺ വോയേജ് മിസ്റ്റർ പ്രസിഡന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ. കഥയുടെ സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാന നിർവഹണം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. പശ്ചാത്തല സംഗീതം ഋത്വിക് എസ് ചന്ദ്. സാക്ഷാത്കാരം കെ വി രാമചന്ദ്രൻ. ശുഭയാത്ര മിസ്റ്റർ പ്രസിഡന്റ്. തിരികെ വീട്ടിലെത്തിയപ്പോൾ അസ്വസ്ഥത കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന ലിസാറയെയാണ് ഹോമിറോ കണ്ടത്. ഭ്രഷ്ടരാക്കപ്പെടേണ്ടവരിൽ ഏറ്റവും മുഖ്യനായ കഥാപാത്രം തന്നെയാണ് അയാൾ. പിശാചിന്റെ സന്തതി. അയാളെ കണ്ടയുടൻ ലിസാറ പൊട്ടിത്തെറിച്ചു. അവളെ തണുപ്പിക്കാനുള്ള അയാളുടെ ശ്രമങ്ങളൊന്നും സഫലമായില്ല. ഉറക്കമില്ലാത്ത ഒരു കാളരാത്രി തന്നെയായിരുന്നു അവർക്കത്. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ മനുഷ്യൻ തന്നെയാണ് അയാൾ എന്ന് ലിസാറ തുറന്നു പറഞ്ഞു. ആരെയും ഉലയ്ക്കാൻ പോന്ന വശ്യതയുണ്ട് അയാൾക്ക്. കുട്ടികളെ പോലുള്ള ആകർഷകത്വവും ഉയർന്ന പുരുഷോർജവുമുള്ള ഒരാൾ. ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നുവെങ്കിലും കിടപ്പറയിൽ ഒരു കടുവ തന്നെയായിരിക്കും ഇപ്പോഴും അയാൾ. എന്നാൽ ഈ കഴിവുകളെയെല്ലാം മറച്ചു വയ്ക്കാനും അയാൾക്ക് കഴിയുന്നു, അതിവിദഗ്ധനായ ഒരു അഭിനേതാവിനെ പോലെ. താൻ രാജ്യം കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റായിരുന്നുവെന്ന അയാളുടെ അവകാശവാദത്തെ അല്പം പോലും അംഗീകരിച്ചില്ല ലിസാറ. കാരണം അയാളെ വലയം ചെയ്തിരിക്കുന്ന സർവംസഹനായ വ്യക്തിയുടെ പ്രഭാവം ബോധ്യമായി കഴിഞ്ഞിരുന്നു അവൾക്ക്. മർട്ടീനയിലായിരുന്നപ്പോൾ അവിടുത്തെ പകുതി തേയിലത്തോട്ടങ്ങളുടെയും ഉടമയായിരുന്നു അയാൾ. അധികാരത്തെക്കുറിച്ചുള്ള നിശിതമായ കുറ്റപ്പെടുത്തലുകൾക്കുള്ളിലും ശ്രമിച്ചാൽ തൻ്റെ ഏതൊരു ശത്രുവിനെയും ചമ്പലാക്കാൻ പോകുന്ന എന്തോ ഒന്ന് അയാളിലുണ്ട്. എന്തൊക്കെയായാലും പാദങ്ങൾ വരെ പൂജിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ് അയാൾ. ലിസാറ പറഞ്ഞു നിർത്തി. പക്ഷേ എന്താണ് അയാൾ ഇതുവരെയും ചെയ്തത്? ഹോമിറോ ചോദിച്ചു. ഒന്നും ചെയ്തില്ലായിരിക്കാം, പക്ഷേ ആർക്കും പൂർണ്ണമായി സഫലീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ഇപ്പോഴും അയാളിലുണ്ട്, ലിസാറ തുറന്നു പറഞ്ഞു. അന്നു രാത്രി കിടക്കയിൽ ലിസാറയുടെ മൃഗീയമായ ആക്രമണത്തിനു മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ ഹോമിറോ കിടന്നു. അവസാനം ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി മരിച്ചതുപോലെ അയാൾ ചരിഞ്ഞു കിടക്കുന്നതുവരെയും. ലിസാറയും അർദ്ധരാത്രിക്കു ശേഷം പതിവ് പോലെ തല മുതൽ കാൽവിരലുകൾ വരെ നഗ്നയായി ഏകാകിനിയെപ്പോലെ കിടന്ന് എന്തെല്ലാമോ പിറുപിറുത്തു. ക്ഷോഭകരമായ ആ രാത്രിക്കു ശേഷം എല്ലാവിധ വംശീയാഭിമാനങ്ങളെയും മസ്തിഷ്കത്തിൽ നിന്ന് തന്നെ കുടഞ്ഞുകളഞ്ഞു അവൾ. പിറ്റേന്ന് ലിസാറ കടം വാങ്ങിയതെല്ലാം തിരിച്ചു നൽകി. പുതിയ കർട്ടനുകളെല്ലാം മാറ്റി പഴയവ വിരിച്ചു. ഫർണിച്ചറുകൾ പഴയ സ്ഥാനങ്ങളിൽ തന്നെ പിടിച്ചിട്ടു. വീടും അതിനുള്ളിലുള്ളതുമെല്ലാം ദരിദ്രവും ഇല്ലായ്മകൾ നിറഞ്ഞതുമായ പഴയ അവസ്ഥയിലേക്കു തന്നെ തിരിച്ചുപോയി. അതിനുശേഷം അവൾ ഹോമിറോ ചുമരുകളിൽ ഒട്ടിച്ചു വച്ചിരുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ മുഴുവൻ വലിച്ചു താഴത്തിടുകയും ബാനറുകളും കൊടിക്കൂറകളും എന്നല്ല, പഴയ മ്ലേച്ഛമായ ക്യാമ്പയിനുകളെ ഓർമ്മിപ്പിക്കുന്ന എന്തിനേയും കുപ്പക്കൂടയിലേക്ക് കീറിയെറിയുകയും ചെയ്തു. തികച്ചും ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ദിവസം ഹോമിറോ ആശുപത്രി വിട്ടിറങ്ങുമ്പോൾ തനിക്കായി കാത്തുനിൽക്കുന്ന പ്രസിഡന്റിനെ കണ്ടു. ലോഡ്ജ് മുറിയിലേക്ക് തന്നെ അനുഗമിക്കണമെന്ന അപേക്ഷയുമായി. അല്പസമയത്തിനുള്ളിൽ അവർ കുമ്മായശിലകളുടെ പടവുകൾ പിന്നിട്ട് ചാരനിറമുള്ള ആകാശത്തിലേക്ക് തുറവിയുള്ള അയാളുടെ പഴയ വാസഗൃഹത്തിലെത്തി. മുറിയാകെ ഉണങ്ങാനിട്ടിരിക്കുന്ന തുണികൾ, അയകൾക്ക് നടുവിലായി ഒരു ചാരുകസേര, മുറിയുടെ പകുതി ഭാഗവും അപഹരിച്ചിരിക്കുന്ന മെത്ത വിരിച്ച ഒരു ഡബിൾ ബെഡ്, പോർട്ടബിളായ ഒരു അലക്കുയന്ത്രം. പ്രസിഡന്റ് ഒരു നിമിഷം ഹോമിറോവിനെ നോക്കി നിന്നു. ഇവിടെയാണ് ഹോമിറോ ഞാൻ വിദ്യാർത്ഥി ജീവിതം കഴിച്ചത്.
മർട്ടീനിയിൽ നിന്ന് തിരിക്കുമ്പോഴേ ഞാൻ ഈ മുറി ബുക്ക് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു വെൽബറ്റ് ബാഗ് തുറന്ന് അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഓരോന്നായി എടുത്ത് കിടക്കയിൽ വെച്ചു. ഇനി എൻ്റെ കൈവശം ആകെയുള്ള സമ്പാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിടിപ്പുള്ള കല്ലുകൾ പതിച്ച കുറേ ബ്രേസ്ലെറ്റുകൾ, മുത്തുകൾ പതിച്ച ഒരു 3 ഇഴ നെക്ലേസ്, കല്ലുകൾ പതിച്ച അതുപോലുള്ള വേറെ 2 വിശുദ്ധരുടെ രൂപങ്ങൾ കോർത്ത 3 സ്വർണമാലകൾ, മരതകം പതിച്ച ഒരു ജോഡി സ്വർണമാല, വജ്രം പതിച്ച മറ്റൊന്ന്, ഒരു പവിഴമാല, 2 ആമാടപ്പെട്ടികൾ, ഒരു ലോക്കറ്റ്, കല്ലുകൾ പതിച്ച 11 സ്വർണ്ണ മോതിരങ്ങൾ, വജ്രങ്ങൾ പതിച്ച ഒരു കിരീടം, ഒരു കേസ് തുറന്ന് അതിൽ നിന്ന് 2 സ്വർണ്ണ ചങ്ങലകളും 3 വെള്ളി അരഞ്ഞാണങ്ങളും അതിൻ്റെ എല്ലാം ക്ലിപ്പുകളും കൂടി അദ്ദേഹം പുറത്തെടുത്തു. സ്വർണം പൂശിയ ഒരു പോക്കറ്റ് വാച്ചും ഒരു ഷോ ബോക്സ് തുറന്ന് 6 അലങ്കാര പ്ലേറ്റുകളും കൂടി അദ്ദേഹം പുറത്തെടുത്തു. 2 സ്വർണം, 1 വെള്ളി, മറ്റു 3 കൂട്ടുലോഹങ്ങൾ. ഇത്രയുമാണ് ഹോമിറോ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ബാക്കിയായവ. ആശുപത്രി ചെലവുകൾക്കായി ഇവ വിൽക്കേണ്ടിയിരിക്കുന്നു. ദയവായി നീ എന്നെ സഹായിക്കണം, നല്ല ശ്രദ്ധയോടെ. പക്ഷേ മതിയായ രേഖകളില്ലാതെ താൻ ഇവ സ്വീകരിച്ചാലുള്ള വിപത്തുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഹോമിറോവിന് ബോധ്യമായി. അയാൾ അത് തുറന്നു പറഞ്ഞു. പക്ഷേ ഹോമിറോ, ഇതെല്ലാം എൻ്റെ അരാൻഡയുടെ അമ്മൂമ്മയുടേതാണ്. കൊളംബിയൻ ഖനികളിൽ അവർക്കുണ്ടായിരുന്ന ഓഹരികൾ കൈമാറ്റം ചെയ്തപ്പോൾ കിട്ടിയതാണ്. വാച്ചും ചങ്ങലകളും അലങ്കാരപാത്രങ്ങളും മാത്രമേ എൻ്റെ വകയായുള്ളൂ. പിന്നെ ഈ കഫ്ലിങ്ങുകളും ക്ലിപ്പുകളും കൂടി. ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് ഈ ലോകത്ത് ആർക്കെങ്കിലും രേഖകൾ കണ്ടെത്താനിടയില്ല ഹോമിറോ, അദ്ദേഹം പറഞ്ഞു. എങ്കിലും ഹോമിറോവിന് തൻ്റെ ആശങ്ക മറച്ചു വയ്ക്കാനായില്ല. എന്നാലും അല്പം ഭയപ്പെടേണ്ട കാര്യം തന്നെയാണിത് പ്രഭു, അയാൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കയ്യിൽ തന്നെ സൂക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. ഒരു നിമിഷം കൂടി ഹോമിറോവിനായി കാത്ത ശേഷം എല്ലാം അദ്ദേഹം തിരിച്ചെടുക്കാനൊരുങ്ങി. എങ്കിലും എനിക്ക് നിങ്ങളോട് ഒരിക്കൽ കൂടി യാചിക്കാതെ വയ്യ ഹോമിറോ. ഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പ്രസിഡന്റിനോളമുള്ള ദുരവസ്ഥ ഒരുപക്ഷേ ലോകത്ത് മറ്റാർക്കും ഉണ്ടാവാനിടയില്ല. പിടിച്ചു നിൽക്കാൻ തന്നെ കഴിയാതെ വരുന്ന ചുറ്റുപാടുകൾ. അല്പം ഗദ്ഗദകണ്ഠനായാണ് പ്രസിഡന്റ് അത് പറഞ്ഞത്. അതോടെ ഹോമിറോ പ്രസിഡന്റിനെ അയാളുടെ ഹൃദയത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. പ്രസിഡന്റിനു വേണ്ടി തൻ്റെ ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറാവുകയും ചെയ്തു. ആ രാത്രി ലിസാറ വീട്ടിൽ മടങ്ങിയെത്താൻ ഏറെ വൈകി. വെളിയിൽ നിന്നു തന്നെ മെർക്കുറി ലാമ്പിൻ്റെ പ്രകാശത്തിൽ തൻ്റെ കിടക്കയിൽ തിളങ്ങുന്ന ആഭരണങ്ങൾ കണ്ട അവൾ ശരിക്കും ഒന്ന് ഞെട്ടി. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഒരു വിഡ്ഢിയാകാതിരിക്കുകയെങ്കിലും ചെയ്യൂ എൻ്റെ ഹോമിറോ. എന്തിനാണ് ഈ തിളങ്ങുന്ന വസ്തുക്കളെല്ലാം നമ്മുടെ കിടക്കയിലേക്ക് തന്നെ കടന്നുകൂടിയിരിക്കുന്നത്? എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഹോമിറോവിൻ്റെ ദീർഘഭാഷണം അവളെ തികച്ചും നിശബ്ദയാക്കി. എന്തു ചെയ്യണമെന്നറിയാതെ കുറേ നേരം അവൾ നിലത്തിരുന്നു. പിന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ സൂക്ഷ്മതയോടെ അവൾ ഓരോന്നും കയ്യിലെടുത്തു പരിശോധിച്ചു. പിന്നെ ആ പണി അവസാനിപ്പിച്ച് ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. എങ്കിലും തൻ്റെ ആശയക്കുഴപ്പത്തിൽ നിന്നും അവൾക്ക് പൂർണ്ണമായും പിൻവാങ്ങാൻ കഴിഞ്ഞതുമില്ല. എങ്കിലും ഹോമിറോ, എങ്ങനെയാണ് അയാളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുക? തീർച്ചയായും ഇതല്ലാതെ മറ്റൊന്നും അയാളുടെ കയ്യിലില്ലെന്നും ലിസാറ ചോദിച്ചു. പക്ഷേ ലിസാറ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തൻ്റെ വസ്ത്രങ്ങളെല്ലാം അയാൾ സ്വയം കഴുകുന്നതും അയാൾ തന്നെത്താൻ ഉണക്കാനിടുന്നതും എല്ലാം നമ്മളെപ്പോലെ തന്നെ ലിസാറ. അയാൾ ഒരുപക്ഷെ ഒരു കൊടും ലുബ്ധനാണെന്ന് വരാം ഹോമിറോ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു കൊടിയ ദരിദ്രവാസി. പിന്നെ അവയെല്ലാം അവൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു നോക്കി, പഴയതുപോലുള്ള വലിയ വ്യഗ്രതയൊന്നും കൂടാതെ. കാരണം
അവളും ആ മാന്ത്രിക കാഴ്ചയ്ക്ക് മുൻപിൽ മിക്കവാറും തോൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതിനാൽ പിറ്റേന്ന് അവൾ തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ്, ആകാവുന്നത്ര മോതിരങ്ങൾ കൈവിരലുകളിൽ അണിഞ്ഞ്, ബ്രേസ്ലെറ്റുകൾ കൊണ്ട് കൈകൾ മിക്കവാറും പൂർണ്ണമായി തന്നെ മറച്ച് രാവിലെ തന്നെ പുറത്തിറങ്ങി. ലിസാറ ഡേവിഡിനോട് ആരെങ്കിലും രസീതുകൾ ചോദിക്കുമെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് ഹോമിറോവിനോട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയ ഒരു ജ്വല്ലറി തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തത്. പ്രസ്റ്റീജിനേക്കാൾ പ്രദർശനത്തിനും നാട്യത്തിനുമൊക്കെ ഇടമുള്ള ഒരിടം. തീർച്ചയായും അഭിജാതമായ ഒരിടത്ത് രസീതുകളില്ലാതെയുള്ള ഒരു കച്ചവടത്തിന് ഒരു സാധ്യതയും ഉണ്ടാവില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അവൾക്ക്. ഉള്ളിൽ നല്ല ഭയമുണ്ടായിരുന്നുവെങ്കിലും ഉറച്ച കാൽവയ്പ്പുകളുമായി തന്നെയാണ് അവൾ നടന്നത്. ആകർഷകമായ വസ്ത്രങ്ങൾ അണിഞ്ഞ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് അവളെ എതിരേറ്റു. എന്ത് സഹായമാണ് താങ്കൾക്കായി എനിക്ക് ചെയ്യാനാവുക മാഡം എന്ന മുഖവുരയോടെ. എണ്ണമറ്റ നിയോൺ വിളക്കുകളുടെയും കണ്ണാടികളുടെയും പ്രകാശത്തിൽ ജ്വല്ലറി ഒരു ദേവലോകം പോലെ പ്രകാശിച്ചു. പിടിക്കപ്പെട്ടേക്കുമോ എന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ലിസാറയ്ക്ക് വശങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല. സെയിൽസ്മാനെ പിന്തുടർന്ന് അവൾ ജ്വല്ലറിക്കകത്തുള്ള ചെറിയ മറ്റൊരു മുറിയിലേക്ക് പ്രവേശിച്ചു. ലൂയി 14-ാമൻ്റേതുപോലുള്ള ഒരു സിംഹാസനത്തിലേക്കാണ് അയാൾ ചെന്നിരുന്നത്. ലിസാറയെ മുന്നിലുള്ള ഒരു ചെറിയ സിംഹാസനത്തിലും ഇരുത്തി. അയാളുടെ സ്വന്തം കൗണ്ടർ തന്നെയായിരുന്നു അത്. എന്തു സേവനമാണ് മാഡം താങ്കൾക്കായി എനിക്ക് ചെയ്യാനാവുക? അയാൾ ചോദ്യം ആവർത്തിച്ചു. അവൾ നെക്ലേസുകൾ, മാലകൾ, ബ്രേസ്ലെറ്റുകൾ, കമ്മലുകൾ തുടങ്ങി അവൾ ധരിച്ചിരുന്നതെല്ലാം ഒന്നൊന്നായി ഊരി ചെസ് ബോർഡിൻ്റെ ആകൃതിയിലുള്ള അയാളുടെ മേശപ്പുറത്ത് വച്ചു. എനിക്കിതിൻ്റെ എല്ലാം യഥാർത്ഥ വില അറിയണം, അത്രയേ വേണ്ടൂ, അവൾ പറഞ്ഞു. അയാൾ ഒരു ഐലൂപ്പ് ഗ്ലാസ് തൻ്റെ ഇടതു കണ്ണിനോട് ചേർത്ത് വെച്ച് ഒരു പരീക്ഷണ മുറിയുടെ ഉള്ളിലുള്ള നിശബ്ദതയിലെന്ന പോലെ ഓരോന്നും പരിശോധിച്ചു തുടങ്ങി. അതിനിടയിൽ അവൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അയാൾ ആരായുകയും ചെയ്തു. ആ ചോദ്യം ലിസാറ പ്രതീക്ഷിച്ചിരുന്നില്ല. ഐസഫറിൽ നിന്ന്, അവൾ പറഞ്ഞു. വളരെ ദൂരെ നിന്ന്. ഞാൻ ഊഹിക്കുന്നു, അയാൾ പറഞ്ഞു, വീണ്ടും നിശബ്ദതയിലേക്ക് തന്നെ പിൻവലിഞ്ഞുകൊണ്ട്. ലിസാറയുടെ കണ്ണുകൾ അയാളെ നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ഭാവപ്രകടനവും കൂടാതെ തന്നെ. കുറേ പരിശോധനകൾക്കു ശേഷം അയാൾ വജ്രക്കല്ലുകൾ പതിച്ച കിരീടമെടുത്ത് അല്പം മാറ്റിവെച്ചു. ലിസാറ അത് അംഗീകരിച്ചുകൊണ്ട് തലയാട്ടി. താങ്കൾ സൂക്ഷ്മഗ്രാഹിയായ ഒരാൾ തന്നെ, അവൾ പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെ അറിയാം? താങ്കളുടെ ചെയ്തികളിൽ നിന്നും, അവൾ പറഞ്ഞു. എല്ലാം കഴിയുന്നതുവരെയും അയാൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. തുടർന്ന് തുടക്കത്തിലേതുപോലുള്ള ഒരു മൗനത്തിനു ശേഷം അയാൾ ചോദ്യം ആവർത്തിച്ചു. എവിടെ നിന്നാണിതെല്ലാം വന്നത്? അതൊരത്ഭുത കഥ തന്നെ, ലിസാറ അത്ഭുതകരമായ ഒരു ധൈര്യത്തോടെ തുടങ്ങി. എൻ്റെ അമ്മൂമ്മയുടേതാണ് ഇതെല്ലാം. പരമരിബോയിൽ കഴിഞ്ഞ വർഷമാണ് അവർ മരിച്ചത്, 97-ാം വയസ്സിൽ. ലിസാറയുടെ ശബ്ദം വികാരാർദ്രമായിരുന്നു. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. എനിക്കല്പം വിഷമമുണ്ട് മാഡം. ഇതിനെല്ലാം ഇവയിലെ സ്വർണത്തിൻ്റെ വില മാത്രമാണിപ്പോൾ ശേഷിക്കുന്നത്, ഇതിനൊഴികെ. അയാൾ കിരീടത്തെ മാത്രം വിരലുകൾ കൊണ്ടെടുത്ത് മേശവിളക്കിന് നേരെ കാണിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ഈജിപ്ഷ്യനാണ്. ഇതിലെ വജ്രങ്ങൾക്ക് കാലപ്പഴക്കം കൊണ്ടുള്ള വിലയിടിവ് വന്നിട്ടുണ്ട്. എങ്കിലും ചരിത്ര പ്രാധാന്യമുണ്ട് ഇതിന്, അയാൾ പറഞ്ഞു. എന്നാൽ മുത്തുകൾ, വജ്രങ്ങൾ, മരതകം, പവിഴം എല്ലാം നിസ്സംശയമായും വ്യാജം തന്നെ. ആദ്യകാലത്ത് അതെല്ലാം യഥാർത്ഥം തന്നെ ആയിരുന്നിരിക്കാം. എന്നാൽ തലമുറകൾ കൈമാറി വന്നതോടെ അതെല്ലാം പളുങ്കുചില്ലുകൾ കൊണ്ട് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. അയാൾ അതെല്ലാം എടുത്ത് അവൾക്കു തന്നെ തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങി. ലിസാറയ്ക്ക് തെല്ലൊരോക്കാനം വന്നു. പിന്നെ അവൾ ഗഹനമായി ഒന്ന് നിശ്വസിച്ച് ഉൾക്ഷോഭത്തെ നിയന്ത്രിച്ചു. സെയിൽസ്മാൻ അവളെ സമാശ്വസിപ്പിച്ചു. ഇതൊക്കെ സാധാരണമാണ് മാഡം. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാനിതെല്ലാം പരിശോധിക്കാമെന്ന് കരുതിയതും, ലിസാറ പറഞ്ഞു. ഒരു പ്രഹസനത്തിലെ കഥാപാത്രം മാത്രമായിരുന്നു ഞാൻ എപ്പോഴും. ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെ
നേരം കളയാതെ തന്നെ അവൾ കഫ് ലിങ്കുകളും പോക്കറ്റ് വാച്ചും ഫയൽ ക്ലിപ്പുകളും സ്വർണത്തിലെയും വെള്ളിയിലെയും മറ്റെല്ലാ അലങ്കാര വസ്തുക്കളും പ്രസിഡന്റിന്റെ മെഡലുകളും എല്ലാം തന്നെ ഹാൻഡ് ബാഗിൽ നിന്നെടുത്ത് മേശയിൽ നിരത്തി. ഇവയും? സെയിൽസ്മാൻ ചോദിച്ചു. തീർച്ചയായും, ലിസാറ പറഞ്ഞു. സ്വിസ് ഫ്രാങ്കിലാണ് ജ്വല്ലറി ഉടമ എല്ലാത്തിനും വില നൽകിയത്. നോട്ടുകളുടെ പുതുമ കൊണ്ട് കയ്യിലേക്കു തന്നെ മഷി പടരുമോ എന്ന് ലിസാറ ശങ്കിച്ചു. അത്രയും പുതിയ നോട്ടുകൾ. എണ്ണി നോക്കാതെ തന്നെ ലിസാറ അത് കൈപ്പറ്റി, രസീതുകളും. സെയിൽസ്മാൻ അവൾക്ക് നൽകിയ യാത്രയപ്പ് തുടക്കത്തിലേതുപോലെ തന്നെ ഊഷ്മളമായിരുന്നു. ഗ്ലാസ് ഡോർ തുറന്ന് പിടിച്ചു നിന്നിരുന്ന അയാൾ അവൾക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു കുംഭരാശിക്കാരൻ തന്നെയാണ് മാഡം.